Welcome back to Malabar Gold and Diamonds Ashwamedham, powered by North Republic, presented by Swayamvara Silks. ഈ ദിവസത്തെ കോളേ ഗെയിം എന്ന സെഗ്മെന്റിൽ മത്സരിക്കാൻ എത്തുന്നത് ആര് എന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ നമസ്കാരം. എന്താണ് പേര്? എന്റെ പേര് ജിയ പോൾ. ജിയ പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഏവിയേഷൻ ഡിപ്ലോമ ചെയ്യുന്നു. ഏവിയേഷൻ ഡിപ്ലോമ. എവിടെയാണ് പഠിക്കുന്നത്? എയറോസിസ് കോളേജ് തളിപ്പറമ്പ. എയറോസിസ് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് അല്ലേ? ശരി. ഞാൻ അവിടെ വല്ലപ്പോഴും ഒക്കെ ക്ലാസ് എടുക്കാൻ വരാറുണ്ട്. 2-3 മാസം കൂടുമ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജിയ റെഡിയാണ്? അപ്പൊ എന്നെ തോപ്പിച്ചു കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ പോയി ഞാൻ സാറിനെ തോപ്പിച്ചു എന്ന് പറഞ്ഞ് വീമ്പിളക്കി കൊണ്ട് നടക്കാനല്ലേ? ആണാ? അപ്പൊ ഞാൻ അങ്ങോട്ട് വരണ്ട. ശരി. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. ജിയ വിചാരിച്ച വ്യക്തി പുരുഷനാണോ? ജീവിച്ചിരിപ്പുണ്ടോ? ഇന്ത്യൻ? മലയാളി? അതെ. 50 വയസ്സിന് മുകളിൽ പ്രായം? ഉണ്ട്. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ? ഇതിലൊന്നും ബന്ധപ്പെട്ട ആളല്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം ഇതിലൊന്നുമായി ബന്ധപ്പെട്ട ആളാണോ? ആത്മീയം. താങ്ക് യു. അങ്ങനെ പറഞ്ഞു തരരുത്. യെസ് ഓർ നോ എന്ന് മാത്രമേ പറയാവൂ. ഇതിപ്പോ എനിക്ക് എളുപ്പമായില്ലേ? ഒരു ചോദ്യം ലാഭിച്ചില്ലേ ഞാൻ? ശരി. മലബാർ? പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഇതിലൊന്നാണോ ജില്ല? കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ? അദ്ദേഹം ക്രൈസ്തവ സഭകളുടെ ഏതിന്റെയെങ്കിലും പ്രധാനപ്പെട്ട പുരോഹിതനായോ മേധാവിയായോ പ്രവർത്തിക്കുന്നുണ്ടോ? 10 ചോദ്യങ്ങൾ യജ്ഞം. പേരിന്റെയോ പേരിനോടൊപ്പമുള്ള സ്ഥലപ്പേരിന്റെയോ ഏതെങ്കിലും ഭാഗം എ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നുണ്ടോ? ആലഞ്ചേരി പിതാവിനെ പോലെ? ഉണ്ട്. എയിൽ ആരംഭിക്കുന്നുണ്ട്. ആലഞ്ചേരി പിതാവാണോ മനസ്സിൽ? അല്ല. പക്ഷെ എയിൽ ആരംഭിക്കുന്നുണ്ട്. അദ്ദേഹം തെക്കൻ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ആണോ എന്ന് ചോദിച്ചപ്പോ ആണെന്നാണോ പറഞ്ഞത്? അതെ. ശരി. 70 വയസ്സിന് മുകളിൽ പ്രായമുണ്ടോ? 80 വയസ്സിന് മുകളിൽ പ്രായമുണ്ടോ? 90 വയസ്സിന് മുകളിൽ പ്രായമുണ്ടോ? ക്രിസോസ്റ്റം തിരുമേനി അല്ല. അപ്പൊ 80-ന് മുകളിൽ പ്രായമുണ്ട്. പേരിനോടൊപ്പമുള്ള ഏതെങ്കിലും ഭാഗം പിയിൽ ആരംഭിക്കുന്നുണ്ടോ? പേര് സ്ഥാനപ്പേര് ഉൾപ്പെടെ അങ്ങനെയാണ് സാർ ഉദ്ദേശിക്കുന്നത്? സ്ഥാനപ്പേരല്ല, പേരോ പേരിനോടൊപ്പം വിശേഷണം, വീട്ടുപേരൊക്കെ ഉണ്ടാവില്ലേ? സ്ഥലപ്പേര്, വീട്ടുപേരോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. പിയിൽ ആരംഭിക്കുന്നില്ല. പവത്തിൽ എന്നൊക്കെ പറയുന്നത് പോലെ പിയിൽ ആരംഭിക്കുന്ന ഭാഗം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല. 16 ചോദ്യങ്ങൾ രാജസൂയ. പക്ഷെ എയിൽ ആരംഭിക്കുന്നുണ്ട് അല്ലേ? ആപ്രേം എന്നൊക്കെ പറയുന്നത് പോലെ എയിൽ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ. ജിയ പോൾ 16 ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോ തന്നെ ജിയ പോളിന് ഒരു സമ്മാനം കിട്ടി കേട്ടോ. 16 ചോദ്യം വരെ എത്തുന്നപ്പോ ഒരു സമ്മാനം കിട്ടി. രാജസൂയത്തിൽ എത്തിയപ്പോ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല കേരളത്തിലാണോ? ദേഷ്യപ്പെടുന്ന എന്തിനാ അതിന്? ഞാൻ ചൂടായില്ലല്ലോ. ചൂടായതല്ല.
അദ്ദേഹം മെത്രോപോലിത്ത ആയിട്ടുണ്ടോ? യെസ്. ചിരിക്കുന്ന ഇല്ല. എയിൽ ആരംഭിക്കുന്നുണ്ടെന്ന് തീർച്ചയാണ്. അബ്രഹാം എന്നൊക്കെ പറയുന്നത് പോലെ എയിൽ ആരംഭിക്കുന്ന ഒരു പേരാണ്. അബ്രഹാം അല്ല, അപ്രേം എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരു എ. അബ്രഹാം എന്നുള്ള എ ഇല്ല, അങ്ങനെയല്ല. അല്ല, അതായത് അദ്ദേഹത്തിന്റെ പേര് എയിലാണോ? ഇപ്പോഴത്തെ ഫുൾ പേരില് എ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഇനി അടുത്ത ചോദ്യം, അദ്ദേഹത്തിന്റെ പേര് ആരംഭിക്കുന്നത് എമ്മിലോ ജെയിലോ എസിലോ ആണോ? അല്ല. ഇരുപത് ക്നാനായ സഭയോ സുറിയാനി സഭയോ ആണോ അദ്ദേഹത്തിന്റെ? അതെ. അവസാന ചോദ്യം, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും വിശേഷണം സ്ഥാനം ബിയിൽ ആരംഭിക്കുന്നുണ്ടോ? ഇത് ചിരിക്കുന്നേ? സാർ ആൻസറിനോട് ഓക്കെ സാർ, ഞാനില്ല. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി ഉത്തരമേ എനിക്ക് പറയാൻ പറ്റൂ. ഓഫ് കോഴ്സ് സാർ പറഞ്ഞോ. ഭാവയെ വലിയ ഇഷ്ടമാണല്ലേ? വളരെ ഇഷ്ടം. പറയൂ ജിയ. എനിക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. ജിയ പോൾ വിജയിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. പറഞ്ഞോളൂ, പറഞ്ഞോ. ആരെയാ വിചാരിച്ചു? ആബൂൻമോർ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ. പ്രഥമൻ കാത്തലിക്ക ബാവയുടെ പേരെന്ന് വ്യക്തമായി പറയൂ. ആബൂൻമോർ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ. ബസേലിയസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവ. ഇഗ്നാത്തിയോസ് ബാവ വേറെയാണ്. അതെനിക്കറിയാം. ആബോൻ മോർ ബസോലിയസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവ എറണാകുളം ജില്ലയിൽ പുത്തൻകുരിശ് വടയങ്കാടി ചെറുവള്ളിയിൽ മത്തായിയുടെയും കുഞ്ഞയുടെയും മകനായി ജനനം. 1958 ഒക്ടോബർ 21 വൈദിക പട്ടം സ്വീകരിച്ചു. സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ഇപ്പോഴത്തെ മഫ്രിയോനോ കാത്തോലിക്കയും മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പ്രാദേശിക തലവനുമാണ്. ഇത് ഞങ്ങളുടെ സഭയുടെ സുറിയാനി സഭയെ വളരെ നന്നായിട്ട് കാത്തു സംരക്ഷിക്കുന്ന ഞങ്ങളുടെ ബാവ. അത് ശരി. ബാവയുടെ പേരില് എന്നെ പറ്റിച്ചു. ഒരിക്കലില്ല സാർ, ഇതാ അത്രയും വലിയ ആളായി പറയാന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോ സന്തോഷമായി. അവിടെ ആരാ ചിരിക്കുന്ന വേറെ? ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ എല്ലാവരും സാറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാരും അടുത്ത് വിളിക്ക്. ഇത് ഞങ്ങളുടെ വാർഡനാന്റിയാണ്. നിങ്ങളൊക്കെ ഇയാള് ദിയ എന്നെ തോപ്പിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കായിരുന്നു അല്ലേ? സാറിനെ തോപ്പിക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. സാറിന്റെ ഒപ്പം ഒരു പരിപാടി ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ചരിത്രം പഠിച്ച് ഒതുങ്ങേണ്ടവരല്ല, ചരിത്രം സൃഷ്ടിക്കേണ്ട കുട്ടികളാണ്. അതെ സാർ. എയറോസിസ് കോളേജിലെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്കും ആശംസകൾ.